ഹായ് ഹലോ സോളോ ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ നമുക്ക് ഹിമാലയൻ യാത്ര പ്ലാൻ ചെയ്യാം, എങ്ങനെ നമുക്ക് ഹിമാലയത്തിലേക്ക് എത്തിപ്പെടാം, എത്ര രൂപ ചിലവ് വരും നമുക്ക് ഹിമാലയത്തിൽ പോയിട്ട് വരാനായിട്ട്, എവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നോ കാണാൻ പറ്റും, ഏതൊക്കെ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് സ്ലൈഡും മഴയത്തും ഒന്നും പെടാതെ സുരക്ഷിതമായിട്ട് പോയിട്ട് ദർശനം നടത്തി തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഹിമാലയൻ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക്. ഒരുപാട് പേരെന്നോട് പേഴ്സണലിയും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് കമൻറ്റ് സെക്ഷനിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെന്നോട് സംശയം ചോദിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ആ ഒരു സംശയം തീർക്കാനായിട്ടുള്ളൊരു വീഡിയോയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ നടത്തിയ യാത്രയെക്കുറിച്ചുള്ള ഒരു ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ദയവ് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഇതുപോലെ ഹിമാലയൻ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ നമുക്ക് ഈ ഹിമാലയത്തിലേക്ക് എത്തിപ്പെടാം എന്ന് നോക്കാം. അതായത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും എല്ലാ ദിവസവും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്നും, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല, തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യോഗനാഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ സർവീസ്, സ്പെഷ്യൽ സർവീസാണ് ഇത്. നമുക്ക് ട്രിവാൻഡ്രം കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൻ്റെ എല്ലാ മെയിൻ സ്റ്റേഷനുകളിൽ കൂടിയും ട്രാവൽ ചെയ്ത് കാസർഗോഡ് വരെയുള്ള എല്ലാ മെയിൻ സ്റ്റേഷനുകളിലും ടച്ച് ചെയ്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തേക്ക് പോയിട്ട് ഇത് എൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഋഷികേശിലാണ്. ഹരിദ്വാരം ടച്ച് ചെയ്തതിന് ശേഷമാണ് ഋഷികേശിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. സോ ഈ യോഗനാഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ വെള്ളിയാഴ്ചയും മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഈ ട്രെയിനിൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമെന്ന് പറയുന്നത്, നമുക്ക് ഡൽഹി വരെ ട്രെയിനിൽ ചെന്നിട്ട് അവിടെ നിന്ന് കണക്റ്റിംഗ് ട്രെയിൻസ് ധാരാളം ഉണ്ടാകും. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേട്ടും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും ഋഷികേശിലോട്ടും ഒക്കെ തന്നെ ധാരാളം ട്രെയിൻസ് എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഋഷികേശ് എത്തണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് യോഗനാഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പുലർച്ചെയാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 3 മണി 4 മണി അടുപ്പിച്ചാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തന്നെയാണ്. 2.5 ദിവസം കൊണ്ട് നമുക്ക് ഋഷികേശിൽ എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഈ യോഗനാഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് എനിക്ക് ചിലവ് വന്നത് 1100 രൂപയാണ്. ഞാൻ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ജനറലിൽ അതിലും കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് തേർഡ് AC, സെക്കൻഡ് AC, ഫസ്റ്റ് AC ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. അതിന് കൂടുതൽ ചാർജുകളാവും. പിന്നെ ഏതാണ്ട് നിങ്ങൾ പോകുന്നതിന് ഒരു 1-1.5 മാസം മുന്നെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം സ്പെഷ്യൽ സർവീസ് കൂടി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. സോ 1 മാസം മുമ്പെങ്കിലും തന്നെ ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഋഷികേശിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ കേദാർനാഥിലോട്ടും ബദ്രിനാഥിലോട്ടും ഒക്കെ പോകാനായിട്ട് എപ്പോഴും നമുക്ക് ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഞാൻ ആദ്യം ഇറങ്ങിയത് ഹരിദ്വാറിലായിരുന്നു. ഹരിദ്വാറിൽ ഇറങ്ങിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഹരിദ്വാറിൽ സ്റ്റേ കിട്ടാനായിട്ട് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ മലയാളികളുടെ ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ആ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയും അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എല്ലാവരും മലയാളീസാണ്. അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സ്റ്റേയും ആഹാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നേരത്തെ കൂട്ടി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് അവിടെ ചെല്ലുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ അയ്യപ്പ ക്ഷേത്രത്തിലല്ല സ്റ്റേ, ഞാൻ അവിടെ അല്ലായിരുന്നു. എനിക്ക് അവിടെ ഒരു അഭേദഗംഗാമയ ആശ്രമം ഉണ്ടായിരുന്നു. ഹരിദ്വാറിൽ തന്നെയാണ് അത്. ആശ്രമത്തിൻ്റെ ഒരു സ്വാമി അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പരിചയപ്പെടാനുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ട് മാത്രമാണ് എനിക്ക് അന്ന് അവിടെ സ്റ്റേ കിട്ടിയത്. സോ അഭേദഗംഗാമയ ആശ്രമവുമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബന്ധമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മലയാളികൾക്ക് അഭയം കൊടുക്കുന്ന, സൗജന്യമായിട്ട് ആഹാരവും അതുപോലെ സ്റ്റേയും കൊടുക്കുന്നൊരു ആശ്രമം കൂടിയാണ് അഭേദഗംഗാമയ ആശ്രമം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് അഭയവും ഫുഡും ആഹാരമൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ അന്ന് ഹരിദ്വാറിൽ നിന്നതിന് ശേഷം ഹരിദ്വാറിൽ രാവിലെയും വൈകുന്നേരവും ഗംഗാരതി നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഹരിദ്വാറിലും കാണാൻ കഴിയും, ഋഷികേശിലും കാണാൻ കഴിയും. അന്ന് ഏതാണ്ട് ഉച്ചയോട് കൂടിയായിരിക്കും നിങ്ങൾ ഹരിദ്വാറിലും ഈ പറഞ്ഞ ഋഷികേശിലും. രണ്ടും വളരെ ചെറിയ ദൂരത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഉച്ചയ്ക്ക് നിങ്ങൾ എത്തിയ ശേഷം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പുറത്ത് ലോഡ്ജിൽ റൂം എടുക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ലോഡ്ജുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് ലോഡ്ജുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ പുറത്തോട്ട് ലോഡ്ജുകളിൽ പോകുമ്പം ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പരമാവധി ബാർഗെയിൻ ചെയ്യുക. ഹിന്ദി ഭാഷ അറിയാവുന്നവർക്കാണ്
ആണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ബാർഗെയിൻ ചെയ്യാം. നമുക്കവിടെ ഒരു പരമാവധി ഒരു 500 രൂപ 600 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ബെഡും ടോയ്ലറ്റും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റൂംസ് കിട്ടും. 1000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയിലുള്ള റൂംസ് കിട്ടും. എന്നാലും ബാർഗെയിൻ ചെയ്യുക. ചിലപ്പോൾ അവർ ഈ 500 രൂപയുടെ റൂം തന്നെ ചിലപ്പോൾ അവർ 1500 2000 2500 ഒക്കെ പറയും. ബാർഗെയിൻ ചെയ്യുക. എന്ത് കാര്യമായിരുന്നാലും പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പരമാവധി ബാർഗെയിൻ ചെയ്യുക. പിന്നെ ഫുഡിന് അങ്ങനെ പ്രത്യേകിച്ചൊരു നമുക്ക് നമ്മുടെ ശരീരത്തിന് കേടുവരുന്ന രീതിക്കുള്ള ആഹാരങ്ങൾ ഒന്നും തന്നെ ഉത്തരാഖണ്ഡ് മുഴുവനും അങ്ങനെ നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ആഹാരം നമുക്ക് കിട്ടത്തില്ല. എല്ലാം നല്ല ഫുഡ്, വളരെ ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെ ആയിരിക്കും. അത് ഫുഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കണ്ണടച്ച് കഴിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ ഒരു കാര്യത്തിൽ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് മറ്റൊരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചാർധാം യാത്ര രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം ഈ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ചാർധാം യാത്ര എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാർധാം 4 ക്ഷേത്രങ്ങൾ, അതായത് കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി, ഈ 4 ഡാമുകൾ, ഈ 4 ഡാമുകളിൽ നമ്മൾ ദർശനം നടത്തുന്നതിന് മുമ്പായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ചാർധാം യാത്ര എന്ന് പറഞ്ഞ് ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ തന്നെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റിൽ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. ആ QR കോഡ് നമ്മൾ ഈ പോകുന്ന ഈ 4 ഡാമുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ QR കോഡ് വെച്ച് രജിസ്റ്റർ ചെയ്ത നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ചാർധാം യാത്ര രജിസ്ട്രേഷൻ എന്തിനാണ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 2013 പ്രളയം ഉണ്ടായതിനു ശേഷം അന്ന് ഫ്ലഡ് ഉണ്ടായിട്ട് ഒരുപാട് തീർത്ഥാടകർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അന്ന് തന്നെ ഈ എത്ര പേര് മരിച്ചെന്നുള്ള ടോട്ടലായിട്ടുള്ള ഒരു ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം അന്ന് ആ ഒരു അപകടത്തിൽ ശേഷമാണ് ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഒരു സംഭവം വന്നത്. അപ്പോൾ ഇത് മസ്റ്റാണ്. നമ്മളിത് കേദാർനാഥിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ചാർധാം യാത്രയുടെ സർട്ടിഫിക്കറ്റ് അവർ ചെക്ക് ചെയ്യും. അത് നിങ്ങളങ്ങനെ ഓൺലൈനായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഹരിദ്വാർ വന്നു കഴിഞ്ഞാൽ, ഹരിദ്വാർ ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ അതിൻ്റെ ഒരു സെൻറ്റർ തന്നെയാണ്. ചാർധാം യാത്രയുടെ രജിസ്ട്രേഷൻ നിങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹരിദ്വാറിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കത് ലൈവായിട്ടും ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തിട്ട് വരുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അവിടെ കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അന്ന് ഈ പറയുന്ന ഹരിദ്വാറിലോ ഋഷികേശിലോ എത്തുന്ന ദിവസം തന്നെ നിങ്ങൾ കേദാർനാഥിലോട്ട് ഡയറക്റ്റ് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അന്ന് അവിടെ വന്നതിന് ശേഷം ഒരു ദിവസം റെസ്റ്റ് ചെയ്യുക. അന്നത്തെ ഒരു രാത്രി ഗംഗാരതി 6 മണിക്ക്, വൈകുന്നേരത്തുള്ള 6 മണിക്കുള്ള ഗംഗാരതിയൊക്കെ കണ്ടതിന് ശേഷം അന്ന് പൂർണ്ണമായിട്ടും റെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം പുലർച്ചെ മാത്രമേ നമുക്ക് കേദാറിലോട്ടും ബദ്രിയിലോട്ടും ഒക്കെ പോകാനുള്ള ബസ്സുകൾ അവൈലബിൾ ആവുന്നത് പുലർച്ചെ 5 മണി തൊട്ടാണ്. അത് ഹരിദ്വാറിൽ തന്നെ, ഹരിദ്വാർ ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക്, ഈ ഋഷികേശിലാണെങ്കിലും ഹരിദ്വാറിലാണെങ്കിലും തന്നെ ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഈ ബസ്സുകളെന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിക്ക് പോകാൻ പറ്റും. ഒന്ന്, ഞാൻ നേരത്തെ ചാർധാം യാത്രയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, നിങ്ങൾക്ക് ട്രാവൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം പോകാൻ പറ്റും. പക്ഷേ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി ചാർട്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബസ് മിസ്സാവുന്നൊരവസ്ഥ വരും. പ്രോപ്പർലി ചാർട്ടായിട്ട് പ്രോപ്പർലി പ്ലാൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓൺലൈനായിട്ട് ബസ് ചെയ്യണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ്, ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുലർച്ചെ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കാണ് ഈ പറയുന്ന ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഏർലി മോർണിംഗ് തന്നെ നിങ്ങൾ ബസ് പിടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രത്തോളം ഏതാണ്ട് ഒരു 10 മണിക്കൂറിൽ കൂടുതൽ യാത്ര വരുന്നൊരു യാത്രയാണ്. കേദാർനാഥിലോട്ടായിരുന്നാലും ബദ്രിനാഥിലോട്ടായിരുന്നാലും ഒക്കെ തന്നെ യാത്രകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഒരുപാടുള്ള വഴികളാണ്. നോർമൽ നമ്മുടെ ഇവിടുത്തെ പോലത്തുള്ള റോഡുകളും കാര്യങ്ങളൊന്നും, ഹിമാലയൻ യാത്രകളാണ്. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. നമുക്ക് അപ്പോൾ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. നമ്മൾ ഇത്ര സമയത്ത് തന്നെ കറക്റ്റ് എത്തും, അല്ലെങ്കിൽ ഇത്ര സമയത്ത് നമുക്കവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പും ഉണ്ടാകത്തില്ല. സോ അങ്ങനത്തെ ഒരുപാട് അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. സോ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് ബസ് കയറാനായിട്ട് ശ്രമിക്കുക. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബസ്സിൻ്റെ അവൈലബിലിറ്റിയും വളരെ കുറവായിരിക്കും. പിന്നെ ഏതൊക്കെ സമയങ്ങൾ നിങ്ങൾക്ക് ഈ ഹിമാലയ യാത്രയ്ക്ക് പ്രിഫർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ ടൈമിലൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ മഴയുടെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ ഫ്ലഡ്, അതുപോലെ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. സോ ആ ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പോകുന്ന വഴികളിലായിരിക്കും പാറയും മണ്ണും ഒക്കെ ഇടിഞ്ഞിട്ട് നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ടാകുന്നത്. പിന്നെ
പോക്ക് പോലും വളരെ ദുഷ്കരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. ട്രെക്കിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മഴയുള്ള ടൈമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓഗസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഒക്ടോബർ, നവംബർ ഈ ടൈമിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ടൈമിൽ മഴ ഉണ്ടെങ്കിലും ഹെവി ആയിട്ടുള്ള മഴയും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊന്നും ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഒക്ടോബർ നവംബർ സമയത്ത് ഹിമാലയൻ യാത്ര നടത്തുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ജാക്കറ്റ്, അതുപോലെ തലയിലിടുന്ന മഫ്ലേഴ്സ്, ഹാൻഡ് ഗ്ലൗസ്, ഷൂസ്, ഇതുപോലുള്ള തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ടുള്ള വസ്ത്രങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുപോവുക. അതല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം -3 ഒക്കെ ആയിരുന്നു ഞാൻ പോയ സമയത്തുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേദാർനാഥിലെ. അപ്പം ഈ ഒക്ടോബർ നവംബർ ടൈമിൽ ഹെവി സ്നോഫാളുമായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ മഴയും ഉണ്ടാകും. ഹാൻഡ് ഗ്ലൗസ് പറ്റുകയാണെങ്കിൽ 2-3 പേരൊക്കെ വെച്ചിരിക്കുക. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞു പോയിട്ട് നമ്മുടെ കൈ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ തണുപ്പ് ഇതിനകത്തേക്ക് കയറും. സോ എപ്പോഴും ഒരു 2-3 പേർ, അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ഹാൻഡ് ഗ്ലൗസ് ഒരെണ്ണം മിസ് ചെയ്ത് പോകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതൽ. എൻ്റെ കഴിഞ്ഞ തവണ ഞാൻ പോയ സമയത്ത് എൻ്റെ ഒരു പേർ ഹാൻഡ് ഗ്ലൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഇത് അവസാനം തിരിച്ചു വന്ന സമയത്ത് എൻ്റെ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഇത് ഇത്രയും ഹെവി ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ലോങ് ടൈം നമ്മുടെ കയ്യിൽ കിടക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇത് കളഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ 2-3 പേർ ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക. സോ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പോവുക. ഹരിദ്വാറിൽ നിന്ന് ഏതാണ്ട് 10 മണിക്കൂറോളം യാത്രയുണ്ട്. രാവിലെ ഏതാണ്ട് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്ര വൈകുന്നേരം 4 മണി 5 മണിക്ക്, ചിലപ്പോൾ അതിലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും മിനിമം ഒരു 10 മണിക്കൂറാണ് ഈ ഒരു യാത്രയുടെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേദാർനാഥിൽ നിങ്ങൾ ആദ്യം എത്തുന്നത് ഗൗരികുണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. ഗൗരികുണ്ടിൽ എത്തിയതിനു ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗൗരികുണ്ടിൽ റൂം എടുക്കുക. ഗൗരികുണ്ടിൽ റൂം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ റൂമിൻ്റെ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, ഗൗരികുണ്ടിൽ കേദാർനാഥിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ റൂം വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. എസ്പെഷ്യലി ഞാൻ സോളോ ആയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരോടാണ് ഈ കാര്യം പറയാനുള്ളത്. ഒറ്റയ്ക്ക് പോയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ ആൾക്കാർ നമ്മളെപ്പോലെ സോളോ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, അതല്ലെങ്കിൽ 1-2 പേരായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കിയിട്ട്, ഞാൻ എൻ്റെ കൂടെ ഒരു ബംഗാളി ബായിയും പിന്നെ ഒരു കർണാടകയിൽ നിന്നുള്ളൊരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഷെയർ ചെയ്തിട്ടായിരുന്നു ഗൗരികുണ്ടിൽ റൂം എടുത്തില്ല. അങ്ങനെ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട്ട് ഒരു ടൈപ്പിൽ നിങ്ങൾ റൂം വാങ്ങുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 500-600 റൂമിലൊക്കെ ഒരു ചീപ്പായിട്ടുള്ള റൂം കിട്ടുന്നതായിരിക്കും. പിന്നെ മാക്സിമം ബാർഗെയിൻ ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും അത്രത്തോളം ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഗൗരികുണ്ടിൽ റൂംസ് എന്ന് പറയുന്നത് വളരെ 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 എക്സ്പെൻസീവാണ്. ഞങ്ങൾ ആദ്യമൊക്കെ പോകുന്ന സമയത്ത് ഏതാണ്ട് 4000-3000 ഒക്കെ പെർ റൂമിന് റേറ്റ് പറഞ്ഞ ആൾക്കാരുണ്ട്. അവസാനം ഒരുവിധം ബാർഗെയിൻ ചെയ്തിട്ടാണ് നമ്മൾ 1500 റൂം വാങ്ങിയതും. ഭയങ്കര എന്താ പറയുക സംഭവമായിട്ടും തോന്നിയില്ലായിരുന്നെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡും ആ ഹോട്ടലിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പ്രശ്നമായിരുന്നു. പവർ സപ്ലൈയുടെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് രാത്രി ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഈ ക്യാമറ ചാർജ് ചെയ്യാൻ പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫോൺ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു യാത്രയെന്ന് പറയുന്നത് അതികഠിനം തന്നെയാണ്. നമ്മൾ ഗൗരികുണ്ടിലോട്ട് നമ്മൾ എത്തിപ്പെടുമ്പോൾ തന്നെ തണുപ്പ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങും. സോ ആ ടൈമിൽ തന്നെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള നിങ്ങൾ ആ ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ. ഗൗരികുണ്ടിൽ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റൂമിൻ്റെ അകത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പ് കയറുന്നുണ്ടാവും. സോ അവിടെ നമുക്കൊരു റൂമിൽ നമുക്ക് കിടക്കാനായിട്ട് നല്ല കട്ടിയുള്ളൊരു ബെഡിൻ്റെ ഷേപ്പിലുള്ള ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അവർ തരും. പക്ഷേ അതിനകത്തേക്ക് പോലും തണുപ്പ് എരച്ച് കയറുന്നൊരു സംഭവമാണ്. സോ നമുക്ക് കിടക്കുമ്പോൾ പോലും നമ്മുടെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ കിടക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ്. പിന്നെ അന്ന് രാത്രി നിങ്ങൾ പറ്റുന്നത്രയും റെസ്റ്റ് എടുക്കുക. ഒട്ടും ടയേർഡ് ആവാണ്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട് അത്രയും റെസ്റ്റ് എടുത്തതിന് ശേഷം രാവിലെ നല്ല ഹെവി ഫുഡും കഴിച്ചതിന് ശേഷം രാവിലെ പുലർച്ചെ ഞങ്ങൾ ഏതാണ്ട് ഒരു 5 മണി ടൈമിലായിരുന്നു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഏതാണ്ട് 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 5 മണിക്കെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മളൊരു വൈകുന്നേരത്തെങ്കിലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് മുകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 10 മണിക്കൂറിൽ കൂടുതലോളം ട്രക്ക് നോർമലി വാക്ക് ചെയ്ത് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഡിപ്പെൻസ് ഓരോ ആൾക്കാരുടെ നടക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ മലയും അങ്ങനെ ഒരുപാട് നടന്ന് നല്ല ഫിറ്റ്നസ്സും നല്ല മസ്കുലറായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഫിസിക്കലി നല്ല ഇൻവോൾവായി നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ സ്പീഡിൽ എത്താൻ പറ്റും. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. ഈ ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. അപ്പോൾ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നതായതുകൊണ്ട് തന്നെ
ഞാൻ മുകളിലെത്തിയപ്പോൾ തന്നെ ഏതാണ്ടൊരു 8 മണി ആയിട്ടുണ്ട്. ടെമ്പിളിൽ എത്തിയിട്ടില്ല. ടെമ്പിളിന് താഴെ 1 കിലോമീറ്റർ താഴെ ഒരു കുതിരയുടെ ബേസ് ക്യാമ്പിൽ ഞാൻ രാത്രി 8 മണിയായപ്പോഴാണ് എത്തിയത്. പിന്നെ അവിടെ കിടന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസമാണ് രാവിലെ ക്ഷേത്രത്തിലോട്ട് പോയത്. സോ അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് നിന്ന് ട്രെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കയറുക. നിങ്ങൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് വടികൾ കിട്ടുന്നുണ്ടാവും, ബാമ്പു വടികൾ. ആ ബാമ്പു വടികൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. കാരണം ഇത് കുത്തിയിട്ട് വേണം നിങ്ങൾ ട്രെക്ക് ചെയ്യാനായിട്ട്. ഇത് കുത്തി നടന്ന് ട്രെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് ഒരുപാട് നമ്മുടെ ടയർഡ്നെസ് ഉണ്ടാകത്തില്ല. കാരണം ഇത്രത്തോളം ഏതാണ്ട് 22 മുകളിൽ കിലോമീറ്ററുകൾ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അത്രയും ഓക്സിജൻ്റെ കുറവിൽ നമുക്ക് ട്രെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വടി യൂസ് ചെയ്തിട്ട് നമ്മളങ്ങനെ കുത്തി നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതുപോലെ കാലിലൊന്നും അത്രയും ടയർഡ്നെസ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ റെസ്റ്റ് എടുത്തിട്ട് ട്രെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെള്ളം കരുതിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ലഘുഭക്ഷണങ്ങൾ കൊണ്ടുപോവുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ട്രെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുഞ്ഞ് ബാഗ് കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ മെഡിസിൻസ് കാര്യങ്ങളല്ലേ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വെയിറ്റിൽ ഏത് ബാഗ് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ബാഗ് മാത്രം ക്യാരി ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കുക. ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ബാഗായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രെക്ക് ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറഞ്ഞൊരു വെയിറ്റുള്ളൊരു കുഞ്ഞ് ബാഗ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പോവുക. ഗ്ലൂക്കോസ് പൗഡേഴ്സും മെഡിസിൻസും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കുകയും ചെയ്യണം. ട്രെക്കിങ് ചെയ്യുന്നതിനിടയ്ക്ക് മുകളിലേക്ക് കയറുന്നതോറും നമുക്ക് ഓക്സിജൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. ഓക്സിജൻ്റെ പ്രശ്നം വരുമ്പോഴേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചോക്ലേറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടാവുക. ഈ ചോക്ലേറ്റ്സ് കുറച്ചായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഓക്സിജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ എപ്പോഴും റെസ്റ്റ് എടുത്തുകൊണ്ട് മാത്രം ട്രെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി തീരെ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുതിര സവാരി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിലും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഹെലികോപ്റ്റർ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8,000 റുപ്പീസാണ് അറൗണ്ട് അത്രയാണ് ഞാൻ പോയ ടൈമിൽ വന്നിട്ടുണ്ടാവും. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഹെലികോപ്റ്ററിൽ പോകണമെന്ന് ഉള്ള ആൾക്കാർ നേരത്തെ കൂട്ടി തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. സോ അത് ബുക്ക് ചെയ്തിട്ട് പോവുക. ഹെലികോപ്റ്ററിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ. കുതിരയിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കുതിര കിട്ടുന്നതാണ്. അത് ഏതാണ്ട് 5,000 അറൗണ്ട് 5,000 ഓൾമോസ്റ്റ് ഒക്കെ ആവുന്നതാണ്. എക്സ്പെൻസ് വരുന്നു. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. കാരണം അവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുഞ്ഞു ലഘുഭക്ഷണശാലകളൊക്കെ ഉണ്ട്. അവിടെ ഈ ആലു പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത്. അതല്ലെങ്കിൽ താലി അവൈലബിൾ ആയിരിക്കും. താലി മീൻസ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ റൈസ് അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചപ്പാത്തി, ദാൽ കറി, ഹെവി ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പം ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് മാക്സിമം അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് മിനറൽ വാട്ടർ ഒന്നും നമുക്ക് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പ്യുവർ ആയിട്ടുള്ള ഹിമാലയത്തിലെ വെള്ളം അവർ തന്നെ അത് പൈപ്പ് ലൈൻ കണക്ഷൻ ഇട്ടിട്ട് നമുക്ക് കുടിക്കാനായിട്ടുള്ള ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിക്ക് അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമുക്കിങ്ങനെ വെള്ളം കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യേണ്ട കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വളരെ പ്യുവർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ അവിടെ അതിന് ടോയ്ലറ്റ് ഫെസിലിറ്റീസിനും കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച്ഡ് ആയിരിക്കും. പറഞ്ഞ പോലെ യാത്രയിൽ നമുക്ക് അങ്ങനെ ഉള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ ഹിമാലയ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മളൊരു 2-3 ആഴ്ചകൾക്ക് മുന്നേ കുറച്ച് നടന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2-3 കിലോമീറ്ററെങ്കിലും ഡെയിലി നടന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ട്രക്കിങ് വളരെ എളുപ്പത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വൈകിട്ടോടു കൂടി തന്നെ നിങ്ങൾ മുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. അന്ന് തന്നെ നിങ്ങൾക്ക് ദർശനം നടത്താം. അന്ന് രാത്രി തന്നെ ക്ഷേത്രത്തിൽ ആരതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റേ എവിടെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിക്ക് നമുക്ക് സ്റ്റേ എടുക്കാൻ പറ്റും. ഒന്ന് അതായത് മുകളിൽ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ധാരാളം ലോഡ്ജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതലായിരിക്കും. 1,000, 2,000 ആ റേറ്റൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ ടെൻറ്റുകൾ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. ടെൻറ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ടെൻറ്റ് പെർ ഹെഡ് ഒരു 500 രൂപയൊക്കെയാണ് ടെൻറ്റിന് ചിലവ് വരുന്നത്. പിന്നെ ഈ ഒക്ടോബർ, നവംബർ ആ ടൈമിലാണ് പോകുന്നതെങ്കിൽ ടെൻറ്റിനകത്തേക്ക് തണുപ്പ് അത്യാവശ്യം കയറുന്നതായിരിക്കും. കാരണം ഇവർ നല്ല ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഞാൻ എടുത്ത ടെൻറ്റായിരുന്നു. കുതിരക്കാരുടെ അവിടെ ഒരു ടെൻറ്റ് അവൈലബിൾ ആയിരുന്നു. ടെൻറ്റ് ഫുള്ളി ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ടെൻറ്റ് ആയിരിക്കും. ഈവൻ അടിയിൽ പോലും അവർ ഈ ടാർപോളിനും അതുപോലെ ടെർമോക്കോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വളരെ
ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ടെൻ്റ് ആണെങ്കിൽ കൂടിയും ഇതിലേക്ക് തണുപ്പ് നല്ല രീതിക്ക് ഒരു രാത്രി 1 മണി 2 മണിയൊക്കെ ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ഞാൻ ഒക്ടോബർ ടൈമിലായതുകൊണ്ട് തന്നെ ഹെവി സ്നോഫാൾ ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ടെൻറ്റിനകത്തേക്ക് നല്ല രീതിക്ക് ഈവൻ നമ്മൾ കിടക്കുന്ന അതിന് ഇട്ടിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കൂടി വരെ തണുപ്പ് നല്ല രീതിക്ക് എരിച്ച് കയറുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ശോകമായിരുന്നു. സോ ടെൻ്റ് എടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുതിരയുടെ ആ ഒരു കുതിരകൾക്ക് നടുവിലേക്കായിരുന്നു ആ ഒരു ഷെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈജീൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ടെൻറ്റ് ഈ പറഞ്ഞ ചീപ്പ് ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നാണെങ്കിൽ ടെൻറ്റ് ഒരു നല്ല ഓപ്ഷനാണ്. ഞാനവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി സ്റ്റേ ചെയ്തിട്ട് ഞാൻ പിറ്റേ ദിവസം പുലർച്ചെയാണ് ക്ഷേത്ര ദർശനം നടത്തിയത്. വളരെ നേരത്തെ തന്നെ രാവിലെ 5 മണിക്ക് തന്നെ ക്ഷേത്രം തുറക്കുന്നതാണ്. നമുക്ക് രാവിലെ എണീറ്റ് ക്ഷേത്രത്തിൽ പോവാം. അവിടെ ഞാൻ പോയ ടൈമിൽ ഒരു 2-3 മണിക്കൂർ നേരത്തെ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സോക്സ് പോലെ നല്ല കട്ടിയുള്ളൊരു സോക്സ് എപ്പോഴും വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ക്ഷേത്ര പരിസരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഷൂ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഇടാൻ പറ്റും. കാരണം തണുപ്പ് സമയമാവും കഴിയുമ്പോൾ ഈ പാറ നന്നായിട്ട് ഈ നമ്മുടെ തണുപ്പ് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും നമ്മുടെ റോക്ക്. അപ്പോൾ ഈ റോക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാല് കുത്തിയിട്ട് അപ്പം നമുക്ക് നമ്മൾ ഷൂസ് ചെരുപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് പച്ചയായിട്ട് നമുക്ക് അവിടെ ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ കാല് ഫ്രീസാവും. ഒരുപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാല് ഫ്രീസായി പോകും. അതുകൊണ്ട് എപ്പോഴും നല്ല കട്ടിയുള്ളൊരു സോക്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഒരു ലിമിറ്റ് വരെ നമ്മുടെ ഷൂ ഇടാനായിട്ട് അവർ പെർമിറ്റ് ചെയ്യുമെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അനുവദിക്കത്തില്ല. പിന്നെ അവിടെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമുക്ക് പൂജാ സാധനങ്ങൾ പുറത്തുനിന്ന് കിട്ടും. അതായത് നമ്മുടെ കേരളത്തിലെ രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്ര ആചാരങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്ത് വരുന്നത്. എസ്പെഷ്യലി കേദാർനാഥിനും ബദ്രിനാഥിലും ഒക്കെ തന്നെ അങ്ങനെയാണ്. കേദാർനാഥിൽ നമുക്ക് ലിംഗത്തിൽ സ്പർശിക്കാനുള്ള അവസരം കിട്ടും. എനിക്കത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി അതിനകത്തെ ആ ഒരു ലിംഗത്തിൽ സ്പർശിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടും. ജ്യോതിർലിംഗത്തിൽ അതായത് ആ വിഗ്രഹത്തിൽ സ്പർശിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് അത് വളരെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ആദ്യം നമ്മളറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് അമ്പലത്തിൽ വിഗ്രഹത്തെ തൊടാനൊന്നും സമ്മതിക്കത്തില്ല. പക്ഷേ ഇതിനൊക്കെ എതിരായിട്ടുള്ള വളരെ വ്യത്യസ്തമായുള്ള രീതികളാണ് നമുക്ക് നോർത്ത് ഇന്ത്യ. അതുപോലെ അവിടെ ഭക്തരാണ് പൂജ ചെയ്യുന്നത്. ഈ പൂജാ സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമുക്കത് ക്ഷേത്രത്തിനകത്ത് പോയി ഈ ജ്യോതിർലിംഗം അതായത് പരമശിവൻ്റെ കൂനാണ് ആ ഒരു ജ്യോതിർലിംഗം എന്നാണ് വിശ്വസിക്കുന്നത്. പഞ്ചപാണ്ഡവരിൽ നിന്നും അപ്രത്യക്ഷനായി ഭഗവാൻ ഭൂമിയിലേക്ക് ആഴ്ന്നുവെന്നും ഭഗവാന്റെ ഒരു മുതുകിലെ ആ ഒരു കൂനിങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു എന്നും ആ കൂനിനെയാണ് ആ ഒരു ജ്യോതിർലിംഗമായി ആരാധിക്കുന്നതാണ് വിശ്വാസം. സോ പരമശിവനെയാണ് നമ്മൾ സ്പർശിക്കുന്നത്. സോ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ആ ഒരു ലിംഗത്തിൽ നമുക്ക് ഗംഗാജലം ഉണ്ടാവും. ആ ഒരു പൂജാ ബോക്സിൽ ഗംഗാജലവും പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പ്രോപ്പറായിട്ടൊന്നും ഓർക്കുന്നില്ല. അതിൽ കുറേ സാധനങ്ങൾ. ഇപ്പോൾ ഇതെല്ലാം നമ്മളവിടെ ആ ഒരു ജ്യോതിർലിംഗത്തിൽ പൂജ ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രം വലം വയ്ക്കാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് തൊട്ട് പുറകിലായിട്ടൊരു പാറയുണ്ടാവും, ഒരു ഭീംശില എന്നറിയാം. ആ ഭീംശിലയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് തന്നെ നിങ്ങൾക്ക് രാവിലെ കൂടി ദർശനം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ച് ട്രക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാം. തിരിച്ചുള്ള ട്രക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ മല കയറാനായി എടുത്തതിൻ്റെ പകുതി ടൈമേ തിരിച്ചിറങ്ങാനായിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പോൾ 10 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയതെങ്കിൽ അതിൻ്റെ പകുതി 5 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങുമ്പം ഇറക്കം വളരെ കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ കയറ്റത്തെക്കാളും കുറച്ചുകൂടെ എളുപ്പമാണെങ്കിൽ നമുക്ക് അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ടാസ്ക് തന്നെയാണ്. കാരണം പതുക്കെ ഇറങ്ങാനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. കാരണം ഒരുപാട് സ്പീഡിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ടിനൊക്കെ എനിക്ക് ഒരു 2 ആഴ്ചയോളം എനിക്ക് കാലിൻ്റെ മുട്ട് എടുക്കാൻ പറ്റും, സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇതിങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് അതുകൊണ്ട് റെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 5-4 മണിക്കൂർ കൊണ്ട് തന്നെ താഴെ എത്താൻ പറ്റും. താഴെ ഗൗരികുണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ റൂം എടുക്കാം. രാത്രിയാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ പോകും. അതല്ല പകൽ ടൈമാണ് നിങ്ങൾ താഴോട്ട് ഇറങ്ങി എത്തുന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ജീപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ജീപ്പും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കേദാർനാഥിൽ നിന്ന് നിങ്ങൾ ബദ്രിനാഥിലേക്കാണ് പോകാനായിട്ട് യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സീതാപൂർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതായത് ഗൗരികുണ്ട് കഴിഞ്ഞുള്ള അടുത്തൊരു സ്റ്റോപ്പാണ്. ഗൗരികുണ്ട് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സ്റ്റോപ്പാണ്. നിങ്ങൾക്ക് ജീപ്പിൽ തന്നെ ഈ ഒരു സീതാപൂറിലേക്ക് എത്താൻ പറ്റും. സീതാപൂർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഡെവലപ്ഡ് ആയ ഒരു ടൗൺ ആണ്. ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എപ്പോഴും ബദ്രിനാഥിലേക്കുള്ള ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഹരിദ്വാറിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണോ കേദാർനാഥിലേക്ക് എത്തിയത് അതേപോലെ തന്നെ നമുക്ക്
കേദാർനാഥിൽ നിന്നും ബദ്രിനാഥിലേക്ക് എത്താൻ പറ്റും. പുലർച്ചെ 6 മണിയൊക്കെ തൊട്ട് തന്നെ ബദ്രിനാഥിലേക്കുള്ള ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഏതാണ്ട് അവിടെ നിന്നും ഇതേ സെയിം ഏതാണ്ട് 10 മണിക്കൂറോളം 250 കൂടുതൽ കിലോമീറ്ററുകളാണ് കേദാർനാഥിൽ നിന്നും ബദ്രിനാഥിലേക്കുള്ള യാത്രാ ദൈർഘ്യവും വരുന്നത്. അതും ഇതേ സമാനമായ രീതിയിലുള്ള യാത്രകൾ തന്നെയാണ്, ഹിമാലയം യാത്രകൾ തന്നെയാണ്. വളരെ എന്താ പറയുക, നമ്മൾ അത്രയും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും ഗംഗാനദിയും അളകാനന്ദ നദിയും ഒക്കെ കണ്ടുകൊണ്ടുള്ള അതിമനോഹരമായൊരു യാത്രയാണ് ഈ ബദ്രിനാഥിലേക്കുള്ളത്. ഏതാണ്ട് 10 മണിക്കൂർ ഹാഫ് ഡേ കൂടുതൽ നമ്മളെ. പക്ഷേ ഞങ്ങളുടെ എടുത്ത സമയത്ത് അന്ന് കുറച്ചുകൂടെ കൂടുതൽ, അതായത് ഹരിദ്വാറിൽ നിന്നും കേദാർനാഥിലേക്ക് എത്താനായി എടുത്തതിനേക്കാളും കൂടുതൽ സമയം ബദ്രിനാഥിലേക്ക് എത്താനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളെ നിർത്തും. എന്നാലും നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ളൊരു യാത്രയാണ്. പക്ഷേ നമുക്കൊരു തരത്തിലുള്ള മുഷിപ്പും ഈ ഒരു യാത്രയിൽ ഉണ്ടാകത്തില്ല. അത്രയേറെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര തന്നെയാണ് ഈ ബദ്രിനാഥിലേക്കുള്ള യാത്ര. എസ്പെഷ്യലി ഇവിടെ അളകനന്ദ നദിയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഇടയ്ക്കൊരു അതിമനോഹരമായൊരു ഡാം, അളകനന്ദ നദിക്ക് കുറുകെ കെട്ടിയിട്ടുള്ളൊരു അതിമനോഹരമായൊരു ഡാം നമുക്ക് കാണാൻ കഴിയും. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ബദ്രിനാഥിലേക്ക് വരുന്നത്. ഞാനന്ന് ബദ്രിനാഥിലേക്ക് എത്തിയപ്പം ഏതാണ്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബദ്രിനാഥിൽ എത്തിയപ്പോഴും. നിങ്ങൾ രാവിലെയാണ് കയറുന്നതെങ്കിൽ ഏതാണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എത്തിയതിനു ശേഷം നമുക്ക് 8 മണി വരെ ബദ്രിനാഥ ക്ഷേത്രം ഓപ്പൺ ആയിരിക്കും. ആ ടൈമിൽ നമുക്ക് അവിടെ ദർശനം നടത്താൻ കഴിയും. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സന്ധ്യാസമയത്ത് നമ്മുടെ ബദ്രിനാഥ ക്ഷേത്രം അതിമനോഹരമായിരിക്കും. കാരണം അവിടെ ലൈറ്റിംഗ് ഉണ്ട്. കേദാർനാഥിലെ പോലെയല്ല, ബദ്രിനാഥിൽ കുറച്ച് നല്ല അതിമനോഹരമായ LED ലൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും. രാത്രി വളരെ സ്പെഷ്യലാണ് ബദ്രിനാഥ ക്ഷേത്രം കാണാനായിട്ട്. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് നേരെ ബദ്രിനാഥ ക്ഷേത്രം പോയി ബദ്രിനാഥ ക്ഷേത്രം കണ്ടു. അവിടുത്തെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് റൂമിലോട്ടാണ് പോകുന്നത്. ബദ്രിനാഥിൽ ഈ പറഞ്ഞ പോലെ തന്നെ കേദാർനാഥിൽ അത്രയും റേറ്റ് കാര്യങ്ങളൊന്നും ബദ്രിനാഥിൽ ഉണ്ടാവത്തില്ല. അവിടെ 2000-3000 ഒക്കെയാണ് നമ്മുടെ അടുത്ത് കേദാർനാഥിൽ ബാർഗെയിൻ ചെയ്തതെങ്കിൽ ഇവിടെ 1000, 700 രൂപ, 500 രൂപയ്ക്കൊക്കെ തന്നെ അവർ ആദ്യമേ വന്ന് നമ്മളോട് സംസാരിക്കും. എന്നാലും ബാർഗെയിൻ ചെയ്യുക. ഞങ്ങളന്ന് എൻ്റെ കൂടെ ഞങ്ങൾ 3 പേരായിരുന്നു സ്റ്റേ എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ആ ഒരു ബംഗാളി ഭായി ഉണ്ടായിരുന്നു, പിന്നെ കർണാടകയിൽ നിന്ന് മറ്റൊരു പുള്ളിക്കാരുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടെയാണ് പെർ ഹെഡ് 500 വെച്ചിട്ടുള്ളൊരു റൂമായിരുന്നു അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് സെയിം കേദാർനാഥിലെ ടെമ്പറേച്ചർ തന്നെ, അതിൽ നിന്ന് സ്ലൈറ്റ്ലി കുറച്ചുകൂടെ താഴ്ന്നിട്ടായിരുന്നു ബദ്രിനാഥിലെ ടെമ്പറേച്ചർ എങ്കിലും സമാനമായുള്ള രീതിക്കുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ വളരെ പ്രശസ്തമായ ജോഷിമഠ് കഴിഞ്ഞിട്ടാണ് ബദ്രിനാഥിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ജോഷിമഠ് സന്ദർശിക്കാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ബദ്രിനാഥിലേക്ക് വരുന്ന വഴിക്കാണ് ജോഷിമഠ് ഉള്ളത്. ജോഷിമഠ് സന്ദർശിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബദ്രിനാഥിലേക്ക് വരാം. പക്ഷേ ഞാൻ ഡയറക്റ്റ് ബദ്രിനാഥിലേക്ക് വരികയാണ് ചെയ്തത്. ബദ്രിനാഥിൽ അന്ന് പിന്നെ രാത്രി അവിടെ സ്റ്റേ ചെയ്തതിനു ശേഷം, പക്ഷേ കമ്പയറിങ് ടു നമ്മൾ കേദാർനാഥിൽ എടുത്ത റൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതലുള്ളൊരു റൂമായിരുന്നു നമുക്ക് ബദ്രിനാഥിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റേറ്റ് ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1500 സംതിങ് ആയിരുന്നു. 3 പേര് ഷെയർ ആയിട്ടായിരുന്നു ആ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കേദാർനാഥിൽ റൂം എടുത്ത സമയത്ത് നമുക്കവിടെ റൂമിൽ ഹീറ്ററും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പച്ച തണുപ്പായിരുന്നു, സഹിക്കല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല. കാരണം അത്രയും ബേസിക് കാര്യങ്ങളിൽ ഭയങ്കര പ്രശ്നമുള്ള റൂമായിരുന്നു. പക്ഷേ ബദ്രിനാഥിൽ വളരെ അഡ്വാൻസ്ഡ് ഉള്ള റൂമായിരുന്നു. നമുക്ക് ആ റേറ്റിന് 1000-1500 രൂപയാണെങ്കിൽ പോലും അത്രയും നല്ല ഹീറ്റർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള റൂം. പക്ഷേ ഹീറ്റർ ചില സമയത്ത് ഇവർ ഹീറ്റർ ഇടത്തില്ല. നമുക്ക് ആവശ്യക്കാരൻ നമ്മളായതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പോയി പറഞ്ഞാൽ മാത്രമേ നോർമലി ഇവർ ഈ ഹീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഓൺ ആക്കത്തുള്ളൂ. അങ്ങനെ അവിടെ ഒരു തരത്തിലുള്ള റൂമിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ബെഡും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ നമ്മൾ എണീറ്റിട്ട് ബദ്രിനാഥിൽ തിരക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ ഇവിടെ തിരക്കില്ല എന്നല്ല, പക്ഷേ ട്രക്കിംഗ് ഇല്ലല്ലോ. നമ്മൾ ഡയറക്റ്റ് ബസ് ഇറങ്ങുന്ന എവിടെയാണോ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ തികച്ച് വരത്തില്ല നമ്മൾ ബദ്രിനാഥ ക്ഷേത്രത്തിലോട്ട്. നടന്നു പോകുന്ന ദൂരമാണുള്ളത്. ഒരു പാലം കയറി നമ്മളൊരു അളകനന്ദ നദിക്ക് കുറുകെ നമ്മൾ ആ ഒരു പാലം കയറി നമ്മൾ ചെന്ന് കയറുന്നത് ബദ്രിനാഥ ക്ഷേത്രത്തിലോട്ടാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിലെ പൂജാരി എന്ന് പറയുന്നത് മലയാളിയാണ്, റാവൽജി. സൗത്ത് ഇന്ത്യയിലെ പൂജ തന്നെയാണ്. കേദാർനാഥിലും ബദ്രിനാഥിലും സൗത്ത് ഇന്ത്യയിലെ പൂജ തന്നെയാണ്. നമ്മുടെ കണ്ണൂർകാരൻ ആയിട്ടുള്ളൊരു അദ്ദേഹമാണ് അവിടുത്തെ പൂജാരി എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റും. റാവൽജി നിവാസ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് റാവൽജിയുടെ മന്ദിരമുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂജാരിയെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വായിക്കാനും അദ്ദേഹം ബദ്രിനാഥന് ചാർത്തിയിരിക്കുന്നൊരു പുഷ്പമൊക്കെ നമുക്ക് സമ്മാനിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ ക്ഷേത്ര ദർശനം എന്താ പറയുക, അവിടെ ഒരു കുണ്ടുണ്ട്. അതായത് നമ്മുടെ എത്ര തണുപ്പിലാണെങ്കിൽ പോലും തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു
ഒരു ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സംഭവമാണ് കുണ്ടെന്ന് പറയുന്നത്. ഈ കുണ്ടിൽ സ്നാനം ചെയ്തതിന് ശേഷമാണ് ബദ്രീനാഥ ക്ഷേത്രം ദർശനം നടത്തേണ്ടത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. കാരണം ഒരുപാട് നേരത്തെ ക്യൂവും കാര്യങ്ങളൊന്നും ബദ്രീനാഥിലില്ല. ബദ്രീനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മനാഗ്രാമം എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതായത് ഇന്ത്യയുടെ അവസാന ഗ്രാമം എന്നായിരുന്നു അത്, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മോദിജി അത് ചൈനയുടെ ഒരുപാട് ത്രെട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന മനാഗ്രാമമൊക്കെ. അതുപോലെ നമ്മുടെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ചൈനയുടെ ഒരു ത്രെട്ട് ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നരേന്ദ്രമോദിജി ചൈനയ്ക്കൊരു വെല്ലുവിളി എന്ന രൂപേണ ആ ഗ്രാമത്തിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പം പേര് മാറ്റിയിട്ടുണ്ട്. ദ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാമം എന്ന പേര് ആക്കിയിട്ടുണ്ട്. സോ ആ ഗ്രാമം അതിമനോഹരമാണ്. നമ്മൾ ആ ഒരു ഗ്രാമം ഉറപ്പായിട്ടും കണ്ടിരിക്കുക. ബദ്രീനാഥ സന്ദർശനം നടത്തുന്ന ആൾക്കാർ മനാഗ്രാമം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്തിരിക്കുക. കാരണം വളരെ ഒരു എന്താ പറയുക ഒരു സിവിലൈസേഷനാണ്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയൊരു കോളനി പോലത്തെ ഒരു ഏരിയയാണ് മനാഗ്രാമം എന്ന് പറയുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടും അവിടെയാണ് നമുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സരസ്വതി നദി കാണാൻ പറ്റുന്നത്. ഏറ്റവും അത്ഭുതകരമായ ഒരു നദിയാണ്. കാരണം ആ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെ അത് അപ്രത്യക്ഷമാവും. ആ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെ ആ നദി അപ്രത്യക്ഷമാവുകയും അത് പാറകൾക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് സരസ്വതി ക്ഷേത്രവും അടുത്ത് കാണാനായിട്ട് കഴിയും. നമ്മുടെ ഈ സരസ്വതി നദി പണ്ടുണ്ടായ ഒരു ഭൂകമ്പത്തിൽ തകർന്ന് അടിയിലേക്ക് പോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും മനാഗ്രാമത്തിലെ ആ ഒരു സരസ്വതി നദിയുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഗംഗാനദിയിലെ തീർത്ഥം ശേഖരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് സരസ്വതി നദിയിലെ തീർത്ഥം ശേഖരിക്കുക എന്ന് പറയുന്നത്. ഞാനും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം അവിടേക്ക് ഇറങ്ങുക. കാരണം പ്രോപ്പറായിട്ടുള്ള വഴികളും കാര്യങ്ങളൊന്നുമില്ല, വളരെ ദുർഘടമായിട്ടുള്ള വഴികളാണ്. അതുപോലെ തന്നെ സരസ്വതി നദിയിൽ ഒഴുക്ക് നല്ല കൂടുതലാണ്. സോ ശ്രദ്ധിച്ചിട്ട് അവിടേക്ക് ഇറങ്ങിയിട്ട് തീർത്ഥം ശേഖരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ മനാഗ്രാമത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വസുധാര വെള്ളച്ചാട്ടം. വസുധാര വെള്ളച്ചാട്ടം വളരെ ഫേമസ് ആണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബദ്രീനാഥ് സന്ദർശിക്കുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതം തന്നെയാണ് വസുധാര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഞാൻ പോയ സമയത്ത് പക്ഷേ വസുധാരയിൽ വെള്ളം കുറവായിരുന്നത് കൊണ്ടും കേദാർനാഥൊക്കെ ട്രെക്ക് ചെയ്ത് നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ വസുധാരയിലേക്ക് പോയിട്ടില്ലായിരുന്നു. വസുധാരയിൽ ശരിക്കും മനാഗ്രാമത്തിൽ നിന്നും 11 കിലോമീറ്റർ നമുക്ക് ട്രെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വസുധാര നദിയുടെ അടുത്ത് തന്നെയാണ് സ്വർഗാരോഹിണിയൊക്കെ, വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു സ്വർഗാരോഹിണിയൊക്കെ ആ ഒരു സ്ഥലത്താണ്. പക്ഷേ സ്വർഗാരോഹിണിയിലേക്ക് നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാനൊന്നും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. വസുധാര നദി അവിടെ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ മനാഗ്രാമത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാസഗുഹ. അതായത് വ്യാസമുനി മഹാഭാരതം രചിച്ചതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യാസഗുഹ നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ ഒരു ഗണപതിയുടെ ഒരു മന്ദിരം അവിടെ കാണാൻ കഴിയും. ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ് ഈ മനാഗ്രാമം എന്ന് പറയുന്നത്. ബദ്രീനാഥിൽ പോകുന്നവർ ഉറപ്പായിട്ടും മനാഗ്രാമം സന്ദർശിച്ചിരിക്കണം. മനാഗ്രാമം കൂടി സന്ദർശിച്ചതിന് ശേഷമാണ് നമ്മൾ ബദ്രീനാഥിൽ നിന്ന് യാത്രയായത്. ബദ്രീനാഥിൽ നിന്നും അടുത്ത് പോയത് ദേവപ്രയാഗിലോട്ടാണ്. ദേവപ്രയാഗ്, അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ദേവപ്രയാഗ് നമുക്കറിയാം. അതായത് ഭഗീരഥി നദിയും അളകനന്ദ നദിയും കൂടി സംഗമിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഗംഗാനദി ഫോം ചെയ്യുന്നത്. ഇത്രയും മനോഹരമായൊരു കാഴ്ച ഞാൻ മറ്റെവിടെയും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം ഈ രണ്ട് നദിക്കും രണ്ട് കളറാണ്. ഒരു അളകനന്ദ നദി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നീല കളറും ഭഗീരഥി നദി എന്ന് പറയുന്ന ഒരു ബ്രൗൺ കളറിൽ ഈ രണ്ട് നദിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഗംഗാനദിയായിട്ട് ആ ഒരു ഫോം ചെയ്ത് പോകുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. സോ അത്രയും പ്രശസ്തമായിട്ടുള്ള, ശരിക്കും നമ്മുടെ രാമായണ യുദ്ധത്തിൽ ആ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം രാമനും ശ്രീരാമനും ഹനുമാൻ സ്വാമിയും കൂടി നിന്ന് പ്രാർത്ഥിച്ചൊരു സ്ഥലം കൂടിയായിട്ടാണ് പരിഗണിക്കുന്നതും. അവിടെ ഒരു പാറപ്പുറത്ത് ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാന്റെ കാൽപാദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്രയേറെ ഹൈന്ദവപരമായിട്ട്, അത്രയേറെ വിശ്വാസപരമായി അത്രയേറെ അടുത്ത് നിൽക്കുന്ന ഒരു ഭൂമി കൂടിയാണ് ദേവപ്രയാഗം. ദേവന്മാരുടെ സംഗമ ഭൂമി എന്നാണ് ആ ഒരു ദേവപ്രയാഗിനെ വിളിക്കുന്നത്. സോ ആ ദേവപ്രയാഗിൻ്റെ കാഴ്ചകളും അത്രയും മനോഹരം തന്നെയാണ്. സോ അടുത്ത് നമുക്ക് ബദ്രീനാഥിൽ നിന്നും രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതായാലും ഉച്ചയോട് കൂടിയാണ് നമ്മൾ ദേവപ്രയാഗിലേക്ക് എത്തിയത്. ദേവപ്രയാഗിൽ നിന്ന് ഋഷികേശിലോട്ട് വളരെ കുറച്ചൊരു 2-3 മണിക്കൂർ നേരത്തെ യാത്രാ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ദേവപ്രയാഗിൽ നമ്മൾ വന്നിട്ട് ആ ഒരു സ്നാനം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ദേവപ്രയാഗിൽ. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആ ഒരു ഈ രണ്ട് നദിയും കൂടി സംഗമിക്കുന്ന അവിടുത്തെ തീർത്ഥം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവപ്രയാഗിൽ ഒരു ക്ഷേത്രം നമുക്ക് അവിടെ ഒരു കുന്നിൻ്റെ മുകളിലൊരു ക്ഷേത്രം, നമുക്കൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീരാമ ഭഗവാന്റെ ഒരു ക്ഷേത്രം നമുക്കവിടെ കാണാൻ കഴിയും. ആ ക്ഷേത്രത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതുപോലെ തന്നെ ദേവപ്രയാഗ് കൂടി കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് ഋഷികേശിലോട്ട് പോയത്. ദേവപ്രയാഗോട് കണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് എപ്പോഴും നമുക്ക് ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ
ഈ ദേവപ്രായ കൂടി കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇടയ്ക്ക് അവിടെ നിങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് എപ്പോഴും നമുക്ക് അവിടെ കണക്റ്റിംഗ് ബസ്സുകളും ചെറിയ ചെറിയ ജീപ്പുകളും നമുക്ക് ഋഷികേശിലോട്ടും ഹരിദ്വാറിലോട്ടൊക്കെ തിരിച്ച് പോകാനായിട്ട് കിട്ടുന്നതാണ്. ചാർധാം യാത്രയിൽ ഞാൻ വിട്ടുപോയ കുറച്ച് സ്ഥലങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, അതുപോലെ ഫ്ലവേഴ്സ് വാലി. ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ഷോർട്ടേജോ അതുപോലെ തന്നെ ട്രക്ക് ചെയ്ത് തീരെ വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ട് കൂടിയാണ് ഈ ഒരു സ്ഥലങ്ങളിൽ. മാത്രമല്ല ഞാൻ പോയിരുന്ന സമയത്ത് ഗംഗോത്രി ക്ലോസ്ഡ് ആയിരുന്നു. ഈ ഒരു സ്ഥലങ്ങളിൽ കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ്. ഗംഗോത്രി പോകാം. ഗംഗോത്രി പോയിട്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് ഗോമുഖ്, അതായത് ഗംഗാനദി ഉത്ഭവിക്കുന്നൊരു ഗോമുഖം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ട്രക്കിംഗ് ചെയ്ത് എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് ഗോമുഖം എന്ന് പറയുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, ഓക്സിജൻ്റെ ഒക്കെ കുറവുള്ള ഹൈ റിസ്കി ആയിട്ടുള്ളൊരു ഏരിയയാണ് ഗോമുഖിലോട്ടുള്ള ഒരു ട്രക്കിംഗ്. അത് ചെയ്യാം, ഗംഗോത്രി പോകുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യമുനോത്രിയും ട്രക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വാലി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഇവിടെ ഏത് സ്ഥലങ്ങളിൽ പോകാനാണെങ്കിലും എപ്പോഴും തന്നെ കണക്റ്റിംഗ് ബസ്സുകൾ ധാരാളം, എവിടെ പോകാനായിട്ടും കണക്റ്റിംഗ് ബസ്സുകൾ ധാരാളം അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക്. ദേവപ്രായയിൽ നിന്നും ഋഷികേശിൽ എത്തിയിട്ട് അന്ന് രാത്രി ഋഷികേശിൽ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 1000 ആ ഒരു റേഞ്ചിനൊക്കെ തന്നെ നമുക്ക് റൂം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും പിന്നെ ഒരു കർണാടകയിൽ നിന്നുള്ള പുള്ളിക്കാരനും കൂടി ഷെയർ ചെയ്തിട്ടായിരുന്നു ആ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ഗംഗാ സ്നാനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഋഷികേശിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗംഗാസ്നാനം, അതുപോലെ തന്നെ രാംചൂല ലക്ഷ്മൺ ചൂല ബ്രിഡ്ജ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാംചൂല ലക്ഷ്മൺ ചൂല 2 ബ്രിഡ്ജ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഗംഗാരതി ഏറ്റവും ഫേമസ് ആണ്. രാവിലത്തെയും വൈകിട്ടത്തെ ഗംഗാരതി വളരെ ഫേമസ് ആണ്. എനിക്ക് ഹരിദ്വാറിൽ നിന്നും കണ്ടത് വെച്ചിട്ട് ഋഷികേശിൽ കുറച്ചുകൂടെ ഒരു ക്ലീനി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ഒരു വൃത്തിയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, ഓവർ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. ഗംഗാരതി കാണാനാണെങ്കിൽ തന്നെ ഹരിദ്വാറിലൊക്കെ കണ്ടതുപോലെ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള, അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗംഗയല്ല നമുക്ക് ഋഷികേശിൽ കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ളൊരു ഗംഗ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ സ്നാനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഋഷികേശിലായിരുന്നു. രാവിലെ തന്നെ അവിടുത്തെ മെയിൻ ഘാട്ടിലായിരുന്നു ഞാൻ സ്നാനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാവിലത്തേതും വൈകിട്ടത്തെയും ഗംഗാരതി കാണാൻ പറ്റി. രാവിലത്തെ ഗംഗാരതി, ഗംഗാ സ്നാനവും കഴിഞ്ഞിട്ട് നമുക്കവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു, ഒരു ബ്രാഹ്മിൻസിൻ്റെ ഒരു ആശ്രമം. അവിടുത്തെ ആശ്രമത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പകൽ സമയത്ത് നമ്മൾ രാംചൂല ലക്ഷ്മൺ ചൂല ബ്രിഡ്ജ് കാണാനായിട്ട് പോയി. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ശിവൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ ഉള്ളൊരു അവിടെ പോയിട്ട് ഈ കല്ലൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഋഷികേശ് ഫുള്ള് നമ്മൾ ആ ഒരു പകലിങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാണാനുണ്ട്. അതുപോലെ യോഗ, അതുപോലെ സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് തന്നെ ഋഷികേശാണ്. ധാരാളം ഫോറിനേഴ്സിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ടൂറിസം, അതുപോലെ തന്നെ ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ യോഗ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് വരുന്ന ധാരാളം ഫോറിനേഴ്സിനെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഋഷികേശിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്വഞ്ചർ ടൂറിസം. ഋഷികേശിൽ നമുക്ക് പാരാഗ്ലൈഡിങ്, അതുപോലെ തന്നെ റിവർ റാഫ്റ്റിംഗ് പോലുള്ള ഒരുപാട് സാഹസികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് പലതിനും പല പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടും പോകാം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഒരു വെറൈറ്റി ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ബഡ്ജറ്റിൻ്റെ അത് എനിക്ക് തോന്നുന്നു എങ്ങനെയാലും സ്റ്റാർട്ടിങ് തന്നെ ഒരു 7000 തൊട്ടൊക്കെയാണ് അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ അന്ന് ആ പകൽ നമ്മൾ ഈ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വൈകുന്നേരം, അതായത് വൈകുന്നേരത്തെ ഗംഗാരതി ടൈമിൽ തന്നെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വൈകുന്നേരത്തെ മെയിൻ കാട്ടിൽ പോയിട്ട് അവിടുത്തെ ഗംഗാരതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഹരിദ്വാറിലേക്ക് വീണ്ടും ഞാൻ ചണ്ഡീദേവി ക്ഷേത്രം സന്ദർശിച്ചില്ലായിരുന്നു. അപ്പം ചണ്ഡീദേവി ക്ഷേത്രം, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാനസാദേവി ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങൾ ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്. ഈ 2 ക്ഷേത്രങ്ങളും മലയുടെ മുകളിലാണ്. ഹരിദ്വാറിൽ തന്നെ ഒരു 2 മലയുടെ മുകളിലായിട്ടാണ് ഈ 2 ക്ഷേത്രങ്ങളുള്ളത്. അപ്പം ഈ 2 ക്ഷേത്രം ആദ്യ ദിവസം കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ വീണ്ടും ഹരിദ്വാറിലോട്ട് ചെല്ലുകയും ആ പഴയ അഭയഗംഗാമയ ആശ്രമത്തിലോട്ട് ചെല്ലുകയും അവിടെ വീണ്ടും ഒരു ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വീണ്ടും അവിടെ തന്നെയായിരുന്നു. അവിടുത്തെ സ്വാമിമാരൊക്കെ വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. എല്ലാവരും മലയാളികൾ തന്നെയാണ്. ആശ്രമത്തിലെ സ്വാമിമാരെല്ലാം മലയാളികൾ തന്നെയാണ്. അവിടെ നിന്ന് പിന്നെ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ചണ്ഡീദേവി ക്ഷേത്രത്തിൽ മാത്രമേ എനിക്കന്ന് പോകാൻ പറ്റിയിട്ടുള്ളായിരുന്നു. സമയം അത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ചണ്ഡീദേവി ക്ഷേത്രം നമ്മൾ ശരിക്കും കേബിൾ കാറിൽ പോകേണ്ട ഒരു ക്ഷേത്രമാണ്. കേബിൾ കാറിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ ട്രക്ക് ചെയ്തുകൊണ്ട് ഒരു വനത്തിൽ കൂടി ഒരു ചെറിയൊരു ട്രക്കിംഗ്, ഒരു 3 കിലോമീറ്ററിൻ്റെ ഒരു കുഞ്ഞ് ട്രക്കിംഗ്, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവർ യാത്ര. അവിടെ നിന്ന് കണ്ടിട്ടുള്ള കുറേ കാശ്മീരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് ഞാൻ അങ്ങനെ ആ ഒരു ട്രിപ്പ് ചെയ്തു. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് കേബിൾ കാറിൽ ഒരു 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കേബിൾ കാറിൽ നമുക്ക് പോകാൻ പറ്റും. തിരിച്ച് ആ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് വന്നത് ഞാൻ കേബിൾ കാറിലായിരുന്നു. മലയ്ക്ക് മുകളിലുള്ള ഒരു വളരെ സ്പെഷ്യാലിറ്റി
സ്പിരിച്വാലിറ്റി ഉള്ളൊരു ക്ഷേത്രമാണ് ചണ്ഡീദേവി ക്ഷേത്രം. ദേവീ ക്ഷേത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് ആ ഒരു ക്ഷേത്രം. പിന്നെ അവിടെ നിന്ന് ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് കേബിൾ കാറിലൂടെയുള്ള യാത്രയും അതിമനോഹരമായിരുന്നു. അവിടെ വന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം ആശ്രമത്തിൽ റെസ്റ്റ് എടുത്ത് അവിടെ നിന്ന് ആഹാരവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തൊട്ട് അന്ന് രാത്രി ഒരു 8 മണിക്കായിരുന്നു ഡൽഹിക്കുള്ള തിരിച്ചുള്ള ട്രെയിൻ എന്ന് പറയുന്നത്. തിരിച്ച് അവിടെ നിന്ന് ഡൽഹിക്ക് ട്രെയിൻ കയറുന്നു. ഡൽഹി നല്ല തിരക്കുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കൂടിയുള്ളൊരു വളരെ ദുഷ്കരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു ഡൽഹിയിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും ഡൽഹിയിൽ നിന്നായിരുന്നു തിരിച്ചെനിക്ക് കേരള എക്സ്പ്രസ്സിലാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നത്. ഇങ്ങനെ ഏതാണ്ടൊരു ഈ ട്രിപ്പ് മൊത്തം ടോട്ടലി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കൊരു 10-15 ദിവസത്തെ ഡ്യൂറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു യമുനോത്രി അതുപോലെ ഗംഗോത്രി വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എങ്ങും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അതുകൂടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ 15 അല്ലെങ്കിൽ 10-15 ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ വീണ്ടും ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണ്. ഹിമാലയൻ യാത്ര എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. എല്ലാവർക്കും എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ടുള്ള ആൾക്കാരില്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നവർക്ക് മാത്രമേ ഇവിടങ്ങളിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. അതിയായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ യാത്രയുടെ ദൈർഘ്യം കൂടുതലും പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ബഡ്ജറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണം നമുക്ക് ഈ യമുനോത്രി ഗംഗോത്രി ഒന്നും പോകാനായിട്ട് പറ്റില്ല. ട്രിപ്പിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. കേദാർനാഥ് ട്രെക്കിങ് അത്യാവശ്യം കഠിനം തന്നെയായിരുന്നെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾ ആസ്വദിച്ച് കയറി ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് ബഡ്ജറ്റ് എത്ര ആയി എന്ന് കറക്റ്റ് നോക്കാം. ഇത്രയും സ്ഥലങ്ങളിൽ കവർ ചെയ്തിട്ട് എനിക്ക് ആകെ ആയ ചിലവെന്ന് പറയുന്നത് അറൗണ്ട് 10,000 രൂപയാണ്. അപ്രോക്സിമേറ്റ്ലി 10,000 രൂപയാണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് ഒരു ചിലവെന്ന് പറയുന്നത്. ഞാൻ വളരെ ചീപ്പായിട്ടാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീപ്പറിലാണ് പോയതെങ്കിൽ തിരിച്ചുള്ള എല്ലാം ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ലോ ബഡ്ജറ്റായിരുന്നു. സ്റ്റേയും ഫുഡും ഒക്കെ ചീപ്പായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ലോ ബഡ്ജറ്റിലുള്ള ട്രിപ്പിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഡിപ്പെൻസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ബഡ്ജറ്റ് ഡിപ്പെൻസ് ആണ്. കാരണം ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ വിത്ത് യുവർ ട്രാവലിംഗ് ആൻഡ് നിങ്ങൾ പോകുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുപോലെ നിങ്ങൾ എത്ര ആൾക്കാർ പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു ആസ് എ സോളോ ട്രാവലർ ലോ ബഡ്ജറ്റ് രീതിക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിക്ക് എനിക്ക് 10,000 രൂപയാണ് ചിലവായിട്ടുണ്ടായിരുന്നത്. ഇത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിക്കായിരിക്കും. പിന്നെ നിങ്ങൾ പോകുന്ന സീസണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എടുക്കുന്ന സ്റ്റേയെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ പോകുന്ന ട്രാവൽ രീതികൾ അനുസരിച്ചിരിക്കും. അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, നമുക്ക് എങ്ങനെയൊക്കെ ലോ ബഡ്ജറ്റായിട്ട് ചെയ്യാമെന്നത് നമ്മുടെ ഒരു പ്ലാനിങ് പോലെ ഇരിക്കും പ്രോപ്പറായിട്ട്. എന്തായാലും ഞാനിവിടെ പറഞ്ഞത് ഇത്രയും ഞാൻ ചെയ്ത ആ ഒരു എൻ്റെ ട്രാവൽ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങളുണ്ട്. സ്റ്റേയുടെ കാര്യം, അതുപോലെ ബഡ്ജറ്റിൻ്റെ കാര്യം, പിന്നെ ഏതൊക്കെ ടൈമിൽ നമ്മൾ പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം, ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാം ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പോയിരിക്കേണ്ട സ്ഥലങ്ങൾ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹിമാലയൻ യാത്ര പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ. എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ കഴിയട്ടെ. എല്ലാവരുടെ സ്വപ്നങ്ങളും സഫലമാവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.